ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ഈ ബ്രൊക്കോളി വെച്ചിട്ട് നാടൻ രീതിയിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി, തോരൻ, മെഴുക്ക് പുരട്ടി അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ആ സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ കൂടി ഒരു മിക്സാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അതെല്ലാം ഡയറ്റ് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ തന്നെ കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ബ്രൊക്കോളി നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ സ്റ്റെമ്മും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം, ലൈക്ക് കോളിഫ്ലവറൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യില്ല, അതേമാതിരി ചെയ്തിട്ട് പിന്നെ ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ട് കട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ക്രഞ്ചി ഫീലോട് കൂടി കഴിക്കുന്നതാണ് ഇഷ്ടം. സോ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണേ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാം. പിന്നെ ബ്രൊക്കോളിയും ഗാർലിക്കും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ചധികം ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചെറുതായി കട്ട് ചെയ്ത ഒരു ഹാഫ് ഓണിയനാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഗ്രീൻ ചില്ലി, ഞാനിവിടെ വേറെ ചില്ലി ഫ്ലേക്സോ മുളക് പൊടിയോ ഒന്നും ഇടാത്തതുകൊണ്ട് ഗ്രീൻ ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ചാണ് വേവിക്കണേ. കാരണം ആ സ്റ്റെമ്മൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓവറായിട്ട് സ്റ്റീമൊക്കെ വന്ന് ഓവർ കുക്ക് ആവാണ്ട് നോക്കണം. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പരിപ്പൊക്കെ വേവിച്ചിടില്ലേ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ തേങ്ങയാണ് ഇട്ട് കൊടുക്കണേ. തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, ഇത് ഫ്രീസ് ചെയ്ത തേങ്ങയാണ്ടാണ് അങ്ങനെ കട്ട പോലെ എടുക്കണേ. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതേമാതിരി സെപ്പറേറ്റ് ചെയ്ത് വന്നോളൂ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് ഇത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. അപ്പോൾ നമ്മുടെ സിമ്പിൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.